ഒരു അദ്ദേഹം നിഷ്പക്ഷമതയൊക്കെ തോന്നുന്നൊരു അനവസരത്തിലുള്ള ചാട്ടമായി പോയി എന്നും പറയും പലരും. എന്നാലും രാഷ്ട്രീയ അഭിപ്രായം ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ. അതവിടെ പോയപ്പോൾ ഈ പച്ച കണ്ട് താടിയിട്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താണ് അനുഭവം നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊന്നും എനിക്ക് പറയാൻ ഒക്കത്തില്ല, അത് അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത്. ഓരോ രാഷ്ട്രീയക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കാലമല്ലേ ഇപ്പോൾ. എവിടെയെങ്കിലും ആരെങ്കിലും സ്ഥിരമായിട്ട് നിൽപ്പുണ്ട്, അപൂർവം കുറേ ആളുകൾ നിൽപ്പുണ്ട്. കോൺഗ്രസ്സിലില്ലേ ചാടി അങ്ങോട്ട് പോയി. ഈ ചാട്ടമാണല്ലോ എല്ലാവരും. അത് ഞാൻ 2 കൊല്ലങ്ങൾക്ക് മുമ്പേ പോയതാണ്. ആ വക്കം മുനമ്പത്തിൻ്റെ ആ സത്യാവസ്ഥയെ പറ്റി ഞാൻ പ്രസിദ്ധീകരിക്കുന്ന യോഗനാഥത്തിൽ എഡിറ്റോറിയൽ മാസങ്ങൾക്ക് മുമ്പ് എഴുതിയവനാണ് ഞാൻ. ഇപ്പോഴാണ് വളരെ ചൂട് പിടിച്ചു വന്നത്. വക്കം മുനമ്പം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി കുഴിയായി കിടന്ന സ്ഥലങ്ങൾ പാവങ്ങൾ വള്ളത്തിൽ മണ്ണിറക്കിയും കഷ്ടപ്പെട്ട് 2 തലമുറ അവിടെ താമസിക്കുകയാണ്. അവരും പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ പൈസ കൊടുത്ത് മേടിച്ച് അവരെല്ലാം ഇന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വരഹിതമാണ്. അത് പറയാൻ കൊള്ളുകയില്ല. അതിന് നിയമനിർമ്മാണം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അടിയന്തരമായി ചെയ്തുകൊണ്ട് അവർക്ക് കരമെടുക്കാനും ആ ഭൂമി സ്ഥിരാവകാശം കിട്ടാനുമുള്ള നിയമമായാലും ചട്ടങ്ങളായാലും അടിയന്തരമായി ഉണ്ടാക്കണം. ഈ സർക്കാർ നിലപാട് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? അതൊരു ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടായി തോന്നുന്നുണ്ടോ? സർക്കാർ ഈ 2 മുന്നണികളും അത് തന്നെയല്ലേ ചെയ്തത്. അസംബ്ലിയിൽ പാസ്സാക്കിയത് ആരാണ്? ഇടതു മുന്നണി അല്ലല്ലോ. ആ കൂട്ടത്തിൽ വരുമ്പോൾ UDF LDF ആ കൂട്ടത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് വഖഫ് ബോർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രമേയം പാസ്സാക്കില്ലേ? അതെല്ലാം മറന്നു പോകരുത്. അത് ആരെ തൃപ്തിപ്പെടുത്തുവാനാണ്? അത് തെറ്റായിപ്പോയെന്നൊരു തോന്നൽ ആ ഒരു സമുദായം ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം ആകെ ഇളകി മറിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പലർക്കും തോന്നാൻ തുടങ്ങിയപ്പോൾ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് എനിക്കറിയില്ല, എനിക്ക് വിശ്വാസമില്ല. അതൊക്കെ നമുക്ക് കണ്ട് അനുഭവിച്ചിട്ട് പറയാനേ സാധിക്കുള്ളൂ. എന്ത് രാഷ്ട്രീയപരമായി പറയാം, പക്ഷെ അതിൽ നിന്ന് എന്ത് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനം. ആ ഒരു തീരുമാനവും ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും സത്യം പകൽ പോലെ അറിയാവുന്ന സത്യമല്ലേ നിലനിൽക്കുന്നത്. അതനുസരിച്ച് നിലനിർത്താൻ നോക്കുന്ന അവിടുത്തെ സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്, മത്സ്യത്തൊഴിലാളികളാണ് അവിടെയുള്ള മഹാഭൂരിപക്ഷവും. ഇവരെല്ലാം ഞാൻ നേരിട്ട് 2 കൊല്ലങ്ങൾക്ക് പോയി കണ്ടിട്ടുള്ളവരാണ്. അതുങ്ങളോട് ഒരു ദയവും ദീനതയാണ് കാണിക്കേണ്ടത്. അവരോട് ദാർഢ്യത്തിൻ്റെതായ നിയമത്തിൻ്റെ ഖഡ്ഗം അവിടെ തലയിലേക്ക് വീശരുത്. അവർക്ക് നീതിയും ധർമ്മവും ആണ് കൊടുക്കേണ്ടത്. വെള്ളക്കുഴിയായി കിടന്നതാണ്, മണ്ണിറക്കിയാണ് അവർ ഇതെല്ലാം ഈ പരുവത്തിലാക്കി കൃഷി ചെയ്ത് ഈ വളർന്ന് 2 തലമുറയായി മിസ്റ്ററെ അവരോട് താമസിക്കാൻ തുടങ്ങിയിട്ട്. അവരിന്നിപ്പോൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്താൽ എന്തൊരു കഷ്ടമാണ്. ഇത് ജനാധിപത്യമാണ്. അതായത് മതാധിപത്യമാണ്. ചില മതാധിപത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ വഴങ്ങിക്കൊടുക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ പറയുന്നില്ലെങ്കിൽ പലർക്കും തോന്നിക്കുന്നുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരിട്ട് വന്ന് ചോദിക്കുമ്പോൾ പറയാറില്ല. അവസാനമായൊരു ചോദ്യം കൂടി. അതായത് പാലക്കാടും വയനാടും ഉള്ള ഒരു UDFന്റെ മുന്നേറ്റം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്? അവസാനം പാലക്കാട്ടും വയനാടുമുള്ള UDFന്റെ ഇപ്പോഴത്തെ മുന്നേറ്റം. വയനാട്ടിലെ മുന്നേറ്റത്തെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. അത് മുന്നേറ്റമല്ല. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ക്ഷീണം വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ വിചാരിച്ച 5 ലക്ഷമല്ലേ? ആ 5 ലക്ഷത്തിൻ്റെ മുന്നേറ്റം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു മുന്നേറ്റമായിട്ട് പറയാൻ ഒക്കുമോ? കണക്ക് തെറ്റില്ലേ? ശതമാനം കുറഞ്ഞില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ശതമാനം വോട്ട് കുറഞ്ഞപ്പോൾ തന്നെ ജനങ്ങളിലുള്ള വികാരം ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ അതങ്ങ് കളഞ്ഞേരി. പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അവിടെ കോൺഗ്രസ് നല്ലപോലെ ഒത്തോളം വർക്ക് ചെയ്തു. കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കുറ്റം പറയാനുള്ള നല്ല കാൻഡിഡേറ്റാണ്. പക്ഷെ അവിടെ ശക്തമായ മത്സരം നടക്കുമ്പോൾ ഇപ്പോൾ BJP അല്പം മുമ്പിൽ നിൽക്കുന്നു. ഇനി എന്താകും അതിൻ്റെ അവസരമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആര് ജയിച്ചാലും ജനം തോറ്റ്.
പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തൽ അങ്ങനെ പറയും. അത് ചേലക്കര എന്തെങ്കിലും സംഭവിച്ചിരുന്നുണ്ട് പറയാമായിരുന്നു. ചേലക്കര ഒന്നും സംഭവിക്കുന്നില്ല. ചേലക്കര ഇപ്പോഴും ജയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ഭരണത്തിന് വിലയിരുത്താൻ സാധിക്കുക? ഇനി തന്നെ ഇവിടെ ആവോ? താങ്ക് യു.